അപ്പോൾ ഹൂം ടു പ്രൊഡ്യൂസ് മീൻസ് ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സ് നമ്മുടെ ഇക്കോണമിയിലുണ്ട്, അവരിൽ ആർക്കൊക്കെ എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് എ സൊസൈറ്റി കംപ്രൈസസ് എ ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ്. All the output of consumption goods and services is ultimately meant for their use. Therefore, all goods and services produced are to be distributed amongst the individuals and households. അപ്പോൾ ഈ പറയുന്ന ഇൻഡിവിജ്വൽസിനും ഹൗസ് ഹോൾഡ്സിനും വേണ്ടി നമ്മുടെ ഈ റിസോഴ്സ്, നമ്മുടെ ഗുഡ്സ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് തന്നെയാണോ ഉദ്ദേശിച്ചത്, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് അവരിലേക്ക് തന്നെയാണോ ഇത് എത്തുന്നത് എന്നുള്ളതാണ് പ്രോബ്ലം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് ഗ്രോത്ത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോബ്ലം. ഇക്കോണമിയുടെ പ്രോബ്ലം എന്ന് പറയുന്നതാണ് ദ പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, വാട്ട് ടു പ്രൊഡ്യൂസ് കഴിഞ്ഞു, ദെൻ ഹൗ ടു പ്രൊഡ്യൂസ് കഴിഞ്ഞു, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് കഴിഞ്ഞു. അടുത്തത് എന്താണ്? ഗ്രോത്ത് ഓഫ് റിസോഴ്സ് ആണ്. നമ്മൾ റിസോഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ റിസോഴ്സസ് നമ്മൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡക്ഷൻ മാത്രം നടത്തിയാൽ മതിയോ? പോരാ. നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ നിലവിലുള്ള സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിനെയും ലേബറിനെയൊക്കെ ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലേ ഇക്കോണമിയുടെ ഇൻകം ജനറേറ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഗ്രോ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഉള്ള റിസോഴ്സസിനെ ഗ്രോ ചെയ്യിക്കുകയും വേണം, കൂട്ടുകയും വേണം. അതാണ് പ്രോബ്ലം ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി കഴിഞ്ഞു. അടുത്തതായിട്ട് ചെറിയ ടോപ്പിക്സാണ്. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദർ ആർ സർട്ടൻ ഗുഡ്സ് ഹൂസ് അവൈലബിലിറ്റി ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് ടു സെലക്റ്റഡ് ഇൻഡിവിജ്വൽസ് ഓൺലി. ചില ഇൻഡിവിജ്വൽസിന് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഗുഡ്സാണ് പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് ഈ പ്രൈവറ്റ് ഗുഡിന്. എനി ഗുഡ്സ് വിച്ച് ക്യാൻ ബി പ്രൈസ്ഡ് ആൻഡ് ഹൂസ് യൂസ് ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് ടു സെലക്റ്റഡ് പേഴ്സൺസ്, ഒരു ഡെഫിനേഷനൂടെ തന്നിട്ടുണ്ട്. അതായത് ചില ഗുഡ്സ് നമ്മൾ പേ ചെയ്യുന്നു. നമ്മൾ പ്രൈസ് പേ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഗുഡ്സ് കിട്ടത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ആ ഗുഡ്സിനെയാണ് പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് ആ ഗുഡ്സ് എൻജോയ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ നമ്മുടെ എൻട്രി റെസ്ട്രിക്റ്റീവ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിനിമ തിയേറ്ററിൽ നമുക്ക് പോയി സിനിമ കാണണമെങ്കിൽ വി ഹാവ് ടു പേ. ദാറ്റ് ഈസ് എ പ്രൈവറ്റ് ഗുഡ്. അതേ സമയത്ത് നെക്സ്റ്റ് ഇസ് പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കൊടുക്കണമെന്നില്ല, നമ്മൾ പേയ്മെൻറ്റ് നടത്തണമെന്നില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഡിഫൻസ് സർവീസ് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്, വി ആർ നോട്ട് പേയിങ് ഫോർ യൂസിങ് എ സ്ട്രീറ്റ് ലൈറ്റ്, ബട്ട് വി ആർ ഗെറ്റിംഗ് ദ സർവീസ് ഓഫ് സ്ട്രീറ്റ് ലൈറ്റ്. അതുപോലെ തന്നെ പേ ചെയ്യേണ്ടാത്ത പാർക്കുകൾ, പിന്നെ നമ്മുടെ വെയിറ്റിംഗ് ഷെഡ്, ഓക്കെ, ഇതെല്ലാം പബ്ലിക് ഗുഡാണ്, പബ്ലിക് ഗുഡിൻ്റെ എക്സാമ്പിളാണ്. സോ പബ്ലിക് ഗുഡ് എന്ന് പറയുമ്പോൾ വെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റെസ്ട്രിക്റ്റ് ദ അവൈലബിലിറ്റി ഓഫ് എ പ്രോഡക്റ്റ് ടു സെലക്റ്റഡ് ഇൻഡിവിജ്വൽസ്, ദേ ആർ ടേംഡ് ആസ് പബ്ലിക് ഗുഡ്സ് ഓർ സോഷ്യൽ ഗുഡ്സ്. അപ്പോൾ ഇത് ചില ഇൻഡിവിജ്വൽസിനെ മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യും. ഇപ്പോൾ റോഡ് ഫോർ എക്സാമ്പിൾ, നമ്മൾ വെഹിക്കിൾ യൂസ് ചെയ്യുന്നവർ വെഹിക്കിൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, പക്ഷേ കാൽനടക്കാർ ഒരു ടാക്സും കൊടുക്കുന്നില്ല, ബട്ട് ദേ ആർ യൂസിങ് ദ റോഡ്. അതൊരു എക്സാമ്പിളാണ്. ബ്രിഡ്ജ്, ഈവൻ ദോ വി ആർ നോട്ട് പേയിങ് ടോൾ, വി ആർ യൂസിങ് സം ബ്രിഡ്ജസ്. അപ്പോൾ അതൊരു പബ്ലിക് ഗുഡാണ്. ഇങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാതെ പൊതുവായി ഉപയോഗിക്കുന്ന എന്ത് വസ്തുക്കളെയും നമുക്ക് എന്ത് പറയാം? പബ്ലിക് ഗുഡ് എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഒരു കാറ്റഗറി വരുന്ന മറ്റൊരു ഗുഡാണ് മെറിറ്റ് ഗുഡ് എന്ന് പറയുന്നത്. മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് ദോസ് ഗുഡ്സ് ഹൂസ് കൺസംഷൻ ഇസ് കൺസിഡർഡ് ഹൈലി ഡിസൈറബിൾ ഫോർ ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആർ ടേംഡ് ആസ് മെറിറ്റ് ഗുഡ്സ്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് വളരെ ഡിസൈറബിളാണ്, ഹൈലി ഡിസൈറബിൾ ഫോർ ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഇപ്പം ഞാനൊരു ഗുഡ് ഉപയോഗിക്കുമ്പോൾ എൻ്റെ ആ ഒരു കൺസംഷൻ കൊണ്ട് സൊസൈറ്റിയിൽ മറ്റുള്ളവർക്കും പ്രയോജനം ലഭിക്കുന്നു. അതാണ് മെറിറ്റ് ഗുഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹെൽത്ത്,
എഡ്യൂക്കേഷൻ ഇതല്ല. അപ്പം നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനുണ്ട്. അതുവഴി നിങ്ങളുടെ സൊസൈറ്റിയിലേക്കും പല രീതിയിൽ ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് എത്തുകയാണ്. അതുപോലെ നമ്മളിപ്പോൾ ഹെൽത്ത്, ഇപ്പോൾ നമ്മൾ ഈ ഫോർ എക്സാമ്പിൾ കൊറോണ വൈറസ് ആ ഒരു സ്പ്രെഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന മാർഗ്ഗങ്ങളുണ്ടല്ലോ. നമ്മൾ വളരെയധികം സാനിറ്റൈസ് ചെയ്യുക, അതുപോലെ നമ്മൾ മാസ്ക് ധരിക്കുക, ഇതെല്ലാം ചെയ്യും. നമ്മൾ ഈ ക്വാറൻറ്റൈൻ ടൈമിൽ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങാതെ സ്പ്രെഡ് ചെയ്യിക്കാതെ നമ്മൾ വീടിനുള്ളിലിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾക്ക് മാത്രമല്ല സുരക്ഷ നൽകുന്നത്, അതോടൊപ്പം തന്നെ നമ്മുടെ സൊസൈറ്റിക്കും കൂടെ നമ്മൾ സുരക്ഷ നൽകുകയാണ് അല്ലേ. അപ്പോൾ അതൊരു മെറിറ്റ് ഗുഡാണ്. അപ്പം ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ടുള്ള സറൗണ്ടിങ്സിൽ നമ്മൾ ജീവിക്കുന്നു, അല്ലെ നമ്മുടെ പരിസരം നമ്മൾ വൃത്തിയാക്കിയിടുന്നു. അതുവഴി നമുക്ക് മാത്രമല്ല തൊട്ടടുത്ത ഉള്ള ആളുകൾക്കും എല്ലാം പ്രയോജനം നൽകുന്നു. അപ്പോൾ അതാണ് മെറിറ്റ് ഗുഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്കും അതിൻ്റെ ഫലം ലഭിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ആ ഒരു വേർഡ് നോക്കിയേ, പ്രൊഡക്ഷന് മറ്റു പേരുണ്ട്, പ്രോഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം പ്രോഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് possible combinations of L and M which can be produced by using all the productive resources of an economy efficiently. In that sense, each point on the curve represents a maximum possible output, and for that reason it is also termed as the production frontier of the economy. ഇവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഇപ്പം ഇത് തന്നെ നമ്മുടെ തൊട്ട് താഴെ അതിൻ്റെ കേവ് കാണാം. ഇതിൻ്റെ ഒരു ടേബിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനൊന്ന് പറയാം, ഒന്നുകൂടെ ചുരുക്കി പറയാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേവ് ഓർ ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ടു കമ്മോഡിറ്റീസ് ദാറ്റ് ആൻ ഇക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് അവൈലബിൾ റിസോഴ്സസ്. ഇതാണ് ഞാൻ ക്ലാസ്സിൽ സാധാരണ പറയാറുള്ള ഒരു ഡെഫിനിഷൻ, സിമ്പിൾ ഡെഫിനിഷനാണ്. ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ടു കമ്മോഡിറ്റീസ് that an economy can produce with available resources. Okay, ഒന്നുകൂടെ പറയാം. Different combinations of two commodities that an economy can produce with available resources. ഇവിടെ നോക്കിയേ, 2 കമ്മോഡിറ്റീസാണ് ഇവിടെ ഒരു ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് എക്സോ വൈ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇവിടെ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ എക്സാമ്പിൾ എടുക്കാം. ഒന്നുകിൽ കമ്പ്യൂട്ടർ മോണിറ്റർ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ LEDs പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ ഒരു ബൗണ്ടറി നിങ്ങൾ കാണുന്നുണ്ടാവും. അതായത് ദിസ് ഇസ് എ ബൗണ്ടറി, ദിസ് ഇസ് അവർ കേവ്. ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേവ്, ഇതല്ല. ഓക്കെ, ഇത് ഞാൻ എന്താണെന്ന് പറയാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മുടെ കേവ്. അപ്പോൾ ഈ കേവ് എങ്ങനെ വന്നിരിക്കുന്നത് വെച്ചാൽ, ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ടേബിളിലെ കോമ്പിനേഷൻസ് 1 എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുക്കുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് 30 LED ലൈറ്റും 0 കമ്പ്യൂട്ടേഴ്സുമാണ്. അടുത്ത സെക്കൻഡ് കോമ്പിനേഷൻ എടുക്കുമ്പോൾ 25 LED പ്രൊഡ്യൂസ് ചെയ്യാം, പക്ഷേ 14 കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ നമ്മൾ തേർഡ് കോമ്പിനേഷൻ എടുക്കുമ്പോൾ അവിടെ 20 ആയിട്ട് നമ്മൾ കുറയ്ക്കുകയാണ്, LED കുറയ്ക്കുന്നു, പക്ഷേ വി ക്യാൻ പ്രൊഡ്യൂസ് കമ്പ്യൂട്ടർ മോണിറ്റേഴ്സ് 20 ആയിട്ട് കൂടെ. അപ്പോൾ ഇവിടെ 6 നമ്മൾ കൂട്ടുന്നു, പകരം ഇവിടെ 5 നമ്മൾ കുറയ്ക്കുന്നു. ഇനി അടുത്ത ഫോർത്ത് കോമ്പിനേഷൻ വരുമ്പോൾ നമ്മൾ 15 ആയിട്ട് കുറയ്ക്കുന്നു LED ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് മോർ ഓഫ് കമ്പ്യൂട്ടർ, ദാറ്റ് ഈസ് 24. അപ്പോൾ ഇവിടെ നമ്മൾ 4 ആയിട്ട് കൂട്ടുന്നതിന് വേണ്ടി ഇവിടെ എന്ത് ചെയ്യുന്നു, 5 കുറയ്ക്കേണ്ടി വരുന്നു. അടുത്തത് ഫിഫ്ത്ത് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 10 ആയിട്ട് കുറയ്ക്കുന്നു, പകരം നമ്മൾ 27 ആക്കുന്നു. ഇവിടെ 5 ആയിട്ട് നമ്മൾ കുറയ്ക്കുന്നു, പകരം നമ്മൾ 29 ആക്കുന്നു. അടുത്ത 7th കോമ്പിനേഷൻ നോക്കിയേ, വി ആർ പ്രൊഡ്യൂസിങ് 0 LEDs, ദാറ്റ് മീൻസ് വി ക്യാൻ പ്രൊഡ്യൂസ് മാക്സിമം കമ്പ്യൂട്ടേഴ്സ്, ദാറ്റ് ഈസ് 30 ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു കോമ്പിനേഷൻ നോക്കിയാൽ 2.1. അപ്പോൾ ഇവിടെ ലോസ് ഓഫ് M ഫോർ ഈച്ച് L, അതായത് മോണിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം L സാക്രിഫൈസ് ചെയ്യുന്നു, 2.8. ഇങ്ങനെ ആ ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. അതുപോലെ തിരിച്ചും Lന് വേണ്ടിയിട്ട് M പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയാണ് അത് വിടേണ്ടി വരുന്നതെന്ന് നോക്കുന്നു.
അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, നമ്മൾ ഒന്നിനു വേണ്ടി മറ്റൊന്ന് സാക്രിഫൈസ് ചെയ്യുന്നതിനാണ് MRT എന്ന് പറയുന്നത്, മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയും. അതാണ് ആക്ച്വലി ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ സ്ലോപ്പിനെ നിശ്ചയിക്കുന്നത്. എന്താണ് ഇതാണ് കേട്ടോ, ഇത്രത്തോളം ഇത് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു, ഇത്രത്തോളം കമ്പ്യൂട്ടേഴ്സ് കിട്ടാനായിട്ട്. ഓക്കെ, LED ഇത്രത്തോളം നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു, ഇത്രത്തോളം കമ്പ്യൂട്ടർ മോണിറ്റേഴ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആക്ച്വലി ഇതാണ്ട് ഈ ബോർഡർ ഇത് കണ്ടോ, ഇത് കോൺകേവ് കേവാണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേവ് എന്ന് പറയുന്നത്. കോൺകേവ് കേവാണ്, കോൺകേവ് ഷേപ്പ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കോൺകേവ് കേവാണ്. ഒരു കേവിൻ്റെ ഒരു ഷേപ്പല്ലേ. ഈ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് എന്താ കാണിക്കുന്നത്, നമ്മുടെ ഇക്കോണമിയുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. ഇക്കോണമിയിൽ എത്ര റിസോഴ്സസ് അവൈലബിൾ ആണെന്നാണ് ഈ ഒരു കേവ് കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ, ഇതിനുള്ളിൽ ഏതൊരു പോയിൻ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും നമ്മൾ എന്താണ്, നമ്മുടെ റിസോഴ്സസിനെ വേണ്ടത്ര ഈ ഒരു കേവിനുള്ളിൽ ഏത് പോയിൻ്റ് എടുത്താലും നമ്മുടെ ഇക്കോണമിയുടെ റിസോഴ്സസ് നമ്മൾ വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സാണ്. ഇപ്പോൾ ഈ പോയിൻ്റ് A എന്ന് പറയുന്നത് അണ്ടർ യൂട്ടിലൈസേഷനാണ്. ഈ പോയിൻ്റ് വരെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫുള്ളർ യൂട്ടിലൈസേഷൻ